നമസ്കാരം. നാട്ടിലെ ടി വിയിലേക്ക് സ്വാഗതം. ഇന്ന് മുഖവുരയോ ആമുഖമോ ഒന്നുമില്ല, നേരെ വിഷയത്തിലേക്ക് വരികയാണ്. വളരെ അത്യാവശ്യമായ ഒരു കാര്യം പറയാൻ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കുറേ അധികം ആളുകൾ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് മരണമടഞ്ഞു. മിക്ക മരണങ്ങളുടെയും കാരണം ഹൃദയാഘാതമായിരുന്നു. ഇന്ന് മാതൃഭൂമി പത്രം ആ വാർത്ത വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ പിറകിലുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മളൊന്ന് ചർച്ച ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചപ്പോൾ, എൻ്റെ മനസ്സിൽ തോന്നിയതും ഞാൻ അറിഞ്ഞതുമായ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പത്തനംതിട്ടയിലേക്കുള്ള സീതത്തോട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആങ്ങമൂഴിയിൽ നിന്ന് പത്തനംതിട്ടയിലേക്കുള്ള ദൂരം ഏതാണ്ട് 40 കിലോമീറ്ററാണ്. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ ഒരു ഭൂപ്രകൃതി വെച്ച് വളരെ എളുപ്പം പത്തനംതിട്ടയിൽ എത്താനാവുകയില്ല. 40 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂവെങ്കിലും നമ്മുടെ ഈ റോഡിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന മാക്സിമം വേഗത 60 കിലോമീറ്ററാണ്. ഒരു ആംബുലൻസിൽ 60 കിലോമീറ്റർ വേഗതയിൽ പോയാൽ തന്നെ പത്തനംതിട്ടയിൽ എത്തണമെങ്കിൽ ഏതാണ്ട് 1 മണിക്കൂർ അടുത്ത് സമയമെടുക്കും. വളവും തിരിവും ഒക്കെയുള്ള മണിയാർ റൂട്ടിലൂടെയാണ് സാധാരണഗതിയിൽ പോകുന്നതെങ്കിൽ ഒരു പക്ഷേ അതിൽ കൂടുതൽ സമയമെടുത്തേക്കാം. ഇനി കുറച്ചുകൂടി എളുപ്പമുള്ള വളവും തിരിവും ഒക്കെ കുറവുള്ള പെരുന്നാട് റോഡിനെ ആശ്രയിക്കാം എന്ന് വിചാരിച്ചാൽ പെരുന്നാട് റോഡിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി അത്ര മെച്ചമല്ല. കാരണം രോഗിയുമായി പോകാൻ പറ്റുന്ന സ്ഥിതിയിൽ ഉള്ള ഒരു റോഡല്ല നിലവിൽ ഇപ്പോൾ നമുക്ക് പെരുന്നാട് വഴിയുള്ളത്. ചെറിയ ഗട്ടറുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പെരുന്നാട് റോഡിലൂടെ പോയാലും നമുക്ക് ഏതാണ്ട് ഈ സമയത്തൊക്കെ തന്നെ മാത്രമേ പത്തനംതിട്ടയിൽ എത്തിച്ചേരാനാവുകയുള്ളൂ. ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നിതാണ്. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കിഴക്കൻ മലയോര മേഖലയിൽ നിലവിൽ ആശുപത്രികൾ ധാരാളമുണ്ട്. ആങ്ങമൂഴിയിൽ ഒരു ആശുപത്രിയുണ്ട്, സർക്കാർ ആശുപത്രിയുണ്ട്. ചെറിയ ഒന്നിലധികമോ ക്ലിനിക്കുകളുണ്ട്. സീതത്തോട്ടിൽ ഒരു കുടുംബാരോഗ്യ കേന്ദ്രമുണ്ട്. അതുകൂടാതെ സ്വകാര്യ മേഖലയിൽ 2-3 ആശുപത്രികളോളമുണ്ട്. പക്ഷേ ഈ ആശുപത്രികൾക്കൊക്കെ വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. ECG സൗകര്യം നമ്മളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലുണ്ട്. പക്ഷേ ECG സൗകര്യം ഉണ്ടായാൽ പോലും അവിടെ ചെന്ന് ECG എടുത്ത് കൺഫേം ചെയ്യാം എന്നുള്ളതല്ലാതെ ഹൃദയാഘാതത്തെ പ്രതിരോധിക്കാനോ ഹൃദയാഘാതം വന്ന ഒരാളെ ട്രീറ്റ് ചെയ്യാനോ ഉള്ള ഒരു സംവിധാനം നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ഒരാശുപത്രികളിലുമില്ല. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ വളരെ വേദനാജനകമായ ഒരു സംഭവം, 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ആങ്ങമൂഴിയിൽ നിന്ന് മരണപ്പെട്ടു. തലേ ദിവസം ഇദ്ദേഹത്തിന് നെഞ്ചുവേദന വന്ന് സീതത്തോട്ടിലെ ഒരു ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ നൽകി. വേദന കുറഞ്ഞപ്പോൾ വീട്ടിൽ പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം പത്തനംതിട്ടയിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്ന് കൺഫേം ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു സൗകര്യം നമ്മുടെ നാട്ടിലില്ല. പത്തനംതിട്ടയിലേക്ക് പോകണമെങ്കിൽ വീണ്ടും 1.5 മണിക്കൂർ, ഇപ്പോൾ സാധാരണഗതിയിൽ സഞ്ചരിക്കുന്ന ആംബുലൻസിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഏതാണ്ട് 3/4 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. പക്ഷേ ഇവിടുന്ന് നോർമലി ഒരു സാധാരണ ഒരു മനുഷ്യൻ പത്തനംതിട്ടയിലേക്ക് പോകണമെങ്കിൽ ഏതാണ്ട് 1 മണിക്കൂറിൽ കൂടുതൽ സമയം യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് പത്തനംതിട്ടയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതൊരു സ്വകാര്യ വാഹനത്തിലാണെങ്കിൽ. ഇനി ആങ്ങമൂഴിയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് ബസ്സിൽ പോകുന്ന ഒരാളാണെങ്കിൽ 2 മണിക്കൂറിലധികം സമയമെടുക്കും ആൾ പത്തനംതിട്ടയിലെത്താൻ. ഈ മിക്ക ഹൃദയാഘാതങ്ങളിലും ഗോൾഡൻ അവർ എന്ന് പറയുന്നത് 1 മണിക്കൂർ സമയമാണ്. ആദ്യത്തെ 1 മണിക്കൂർ സമയമാണ് ഹൃദയാഘാതത്തിൽ ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ഈ 1 മണിക്കൂറിനുള്ളിൽ കൃത്യമായ ചികിത്സ ലഭിച്ചാൽ എല്ലാ കേസുകളിലും അല്ല എങ്കിൽ പോലും ഏതാണ്ട് ഒരു 90% കേസുകളിലും ഈ രോഗി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്, കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ലഭിച്ചാൽ മാത്രം. അപ്പോൾ അതുകൊണ്ട് ഈ ഗോൾഡൻ അവറിൽ നമുക്ക് ചികിത്സ ലഭ്യമാക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരിക്കും. നമ്മുടെ ഒരു പരിമിതി ഇവിടെയാണ്. നമ്മളിവിടുന്ന് ഒരാൾക്ക് ഒരു അസുഖം വന്ന്, അതായത് നെഞ്ചുവേദന വന്ന ഒരാൾ ആളുടെ വീട്ടിൽ നിന്ന്, ഇപ്പോൾ ഒരുപക്ഷെ വീട്ടിൽ ഇരിക്കുന്ന ആളായിരിക്കാം. അപ്പോൾ ഈ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു നെഞ്ചുവേദന വന്നു, നമ്മളെന്താ സാധാരണ ചെയ്യുക? തൊട്ടടുത്തുനിന്ന് ഒരു വണ്ടി വിളിക്കും. അതല്ലെങ്കിൽ അപ്പോൾ തന്നെ ഒരു 10-15 മിനിറ്റ് എന്തായാലും ഈ വീട്ടിൽ തന്നെ ഈ നെഞ്ചുവേദനയുമായി ബന്ധപ്പെട്ട് ഒരു 10 മിനിറ്റിൽ അധികം സമയം എന്തായാലും പോകും. തൊട്ടടുത്ത ആശുപത്രി ഉള്ളത് സീതത്തോട്ടിലാണ്. നമ്മൾ നേരെ സീതത്തോട്ടിലേക്ക് വരുന്നു. ആങ്ങമൂഴിയിലുള്ള ഒരാളാണെങ്കിൽ നേരെ സീതത്തോട്ടിലേക്ക് വരുന്നു. സീതത്തോട്ടിലേക്ക് എത്താൻ ഒരു 10 മിനിറ്റ് സമയമെടുക്കും ആങ്ങമൂഴിയിൽ നിന്ന്. റോഡ് നല്ലതാണ്, അതുകൊണ്ട് വളരെ വേഗത്തിൽ വരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചേരാൻ പറ്റും. ആശുപത്രിയിൽ നമ്മുടെ സീതത്തോട്ടിലെ കുടുംബാരോഗ്യ കേന്ദ്രമാണെങ്കിൽ വൈകുന്നേരം 6 മണി വരെയാണ് അതിൻ്റെ പ്രവർത്തനം എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്.
6 മണി വരെ അവിടെ ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കും. ഇവിടെ വന്ന് ഈ ഡോക്ടറുടെ സേവനമുണ്ട്, ആശുപത്രി പ്രവർത്തനവുമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വന്നൊരു ECG എടുക്കാം, അതിനപ്പുറം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് പ്രാഥമിക ശുശ്രൂഷ നൽകിയാൽ ഇവിടെ നിന്നും ഈ ആളെ നേരെ ഷിഫ്റ്റ് ചെയ്യേണ്ടത് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിലേക്കാണ്, അതല്ലെങ്കിൽ മുത്തൂറ്റ് ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ ഈ പത്തനംതിട്ടയിലേക്ക് പോകാമെന്നു എന്ന് വിചാരിക്കട്ടെ, നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഈ കൊണ്ടുവന്ന ആളെ ICU സപ്പോർട്ടുള്ള ഒരു ആംബുലൻസ് വിളിക്കണമെങ്കിൽ ഈ ആംബുലൻസ് വരേണ്ടത് ചിറ്റാറിൽ നിന്നാണ്. ഇപ്പം നമുക്ക് നിലവിൽ ചിറ്റാറിൽ 108 ആംബുലൻസിൻ്റെ സേവനമുണ്ട്. ആകെയുള്ളത് ഒരു ആംബുലൻസാണ്. ഈ ആംബുലൻസ് ചിറ്റാറിൽ നിന്ന് സീതത്തോട്ടിലെത്താൻ വീണ്ടും 10 മിനിറ്റ് എടുക്കും. ഈ രോഗിക്ക് ഹൃദ്രോഗമാണ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമായിരിക്കും ഡോക്ടർ ഈ ആംബുലൻസ് വിളിക്കുക. അപ്പോഴേക്കും ഏതാണ്ട് ഒരു 10-25 മിനിറ്റോളം സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കാരണം ECG എടുത്തു, ആ ECG റിസൾട്ട് കിട്ടി, അത് വെരിഫൈ ചെയ്ത് ഹൃദ്രോഗമാണെന്ന് സ്ഥിരീകരിച്ചു, ആംബുലൻസ് വിളിച്ചു. അപ്പോഴേക്കും ഒരു 25 മിനിറ്റ്, ആങ്ങുഴിയിലുള്ള ആളാണെങ്കിൽ, സീതത്തോട്ടിലുള്ള ആളാണെങ്കിൽ ഒരു 10 മിനിറ്റ് യാത്രാ സമയം ലാഭിക്കാം. ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം അപ്പോഴും എടുക്കും. ഏതാണ്ട് അരമണിക്കൂർ. ചിറ്റാറിൽ നിന്ന് ആംബുലൻസ് സീതത്തോട്ടിലെത്താൻ എത്തുന്ന സമയം 10 മിനിറ്റാണ്. ഈ ആംബുലൻസിലേക്ക് ഈ രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ ഒരു 15 മിനിറ്റ് സമയമെടുക്കുമെന്ന് വിചാരിക്കുക. ആദ്യത്തെ 30 മിനിറ്റ് നിർണായകമാണ്, അടുത്ത 30 മിനിറ്റ് അതിലും നിർണായകമാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന ആൾക്ക് ഏതാണ്ട് 45 മിനിറ്റ് അല്ലെങ്കിൽ 50 മിനിറ്റോളമായി ആള് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലെത്താൻ എടുത്ത സമയം. അതായത് അറ്റാക്ക് വന്നതിന് ശേഷം ആള് ഒരു 3/4 മണിക്കൂറിനുള്ളിലാണ് സീതത്തോട്ടിൽ നിന്ന് ഈ ആളെ നമുക്ക് പ്രാഥമികമായി ചികിത്സ നൽകി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയം. ഈ ആംബുലൻസ് ഇവിടുന്ന് ഓടി പത്തനംതിട്ടയിൽ എത്തുമ്പോൾ, ഈ അടുത്ത സമയത്ത് കണ്ട 2 മരണങ്ങളും അങ്ങനെയാണ്, പത്തനംതിട്ടയിൽ എത്തുന്നതിന് മുന്നേ രോഗി മരിക്കും. ഇതാണ് നിലവിൽ നമ്മുടെ നാടിൻ്റെ സ്ഥിതി. ഈ സ്ഥിതി മാറണം. ഇത് ശരിക്കും ആരുടെയും കുറ്റം കൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേക ഭൂപ്രകൃതിയും നമ്മുടെ നാട് സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ടയുമായിട്ടുള്ള ദൂരവും മറ്റുമൊക്കെ കണക്കിലെടുത്താൽ ഇത് മാത്രമേ ഇവിടെ നിന്ന് നിലവിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിന് ഒരു പരിഹാരം ഉണ്ടാകണം. ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ആ പരിഹാരത്തിനും പരിമിതികളേറെയാണ്. നിലവിൽ നമ്മുടെ സീതത്തോട് പഞ്ചായത്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ളത് ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഒരു പഞ്ചായത്തിൽ ഒന്നോ അതിലധികമോ ഒക്കെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാകാം. പക്ഷേ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യം ഉണ്ടായിരിക്കുകയില്ല. 24 മണിക്കൂർ ഡോക്ടർ സേവനവും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ അനുവദിക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ ചിറ്റാർ ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററായി ഉയർത്തിയിട്ടുണ്ട്. അതിൻ്റെ പണികൾ നടക്കുകയുമാണ്. ഈ പണികൾ വേഗത്തിലാണ് എന്ന് പറയാൻ കഴിയുകയില്ല. കാരണം അതൊരു സാവധാനമാണ് ഇപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പണികളൊന്ന് വേഗത്തിലാക്കി നമുക്ക് ചെയ്യാൻ, നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക മാർഗം ഈ ചിറ്റാർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ പണികൾ വേഗത്തിലാക്കി അവിടെ 24 മണിക്കൂർ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ഒന്നാമതായി ചെയ്യാൻ പറ്റുന്ന കാര്യം. അടിയന്തരമായി രണ്ടാമതായി വേണ്ടുന്ന മറ്റൊരു കാര്യം ICU സപ്പോർട്ടോട് കൂടിയ ഒരു ആംബുലൻസ് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അത് ആങ്ങമൂഴി കേന്ദ്രീകരിച്ചോ സീതത്തോട് കേന്ദ്രീകരിച്ചോ ഒരു നേഴ്സിൻ്റെ സേവനത്തോടു കൂടി ട്രെയിൻഡ് ആയിട്ടുള്ള ഫുൾ ടൈം എക്യുപ്ഡായ ഒരു ആംബുലൻസ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. കാരണം പെട്ടെന്ന് വിളിച്ചാൽ, അതായത് ഒരു 5 മിനിറ്റിനുള്ളിൽ ഒരു ആംബുലൻസ് എത്താൻ പറ്റുന്ന 5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 10 മിനിറ്റിനുള്ളിൽ എത്താൻ കഴിയുന്ന ദൂരത്തിൽ ഒരു ആംബുലൻസ് ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടി പ്രയോജനപ്രദമായിരിക്കും. മാത്രമല്ല, ഈ പ്രാഥമിക ശുശ്രൂഷ ഈ ആംബുലൻസിൽ നൽകാനുള്ള സൗകര്യമുണ്ടെങ്കിൽ അത് വളരെ പ്രയോജനകരമായിരിക്കും. കാരണം ഈ യാത്രക്കിടയിൽ തന്നെ പ്രഥമ ശുശ്രൂഷ നൽകി ആളെ പത്തനംതിട്ടയിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ തൊട്ടടുത്ത ആശുപത്രി ഏതാണോ അവിടേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം പ്രഥമ ശുശ്രൂഷ കൂടി നൽകി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമുക്കുണ്ടായാൽ ആ സംവിധാനം നമുക്ക് വളരെ ഗുണകരമായിരിക്കും. എന്തായാലും അടിയന്തരമായി ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അധികാരികളുടെ ഒരു ശ്രദ്ധ ഇതിലേക്ക് ഉണ്ടാകണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറുപ്പക്കാർ മരിക്കുക, ഒരു വീടിൻ്റെ താങ്ങും തണലും അത്താണിയും ആകേണ്ടവൻ പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതായി പോവുക എന്ന് പറയുന്ന അവസ്ഥ വളരെ ഭീകരമാണ്. ഒരു കുടുംബത്തിൻ്റെ നാഥനാവേണ്ടവൻ, നാളെ ഈ നാടിന് തന്നെ ഉപകാരിയാവേണ്ടവൻ, അങ്ങനെ കുറേ ആളുകൾ, ചെറുപ്പക്കാർ
ഇവരൊക്കെ പെട്ടെന്ന് നമ്മളിൽ നിന്ന് നമ്മളെ വിട്ടു പോകുമ്പോൾ അത് ഈ നാടിനുണ്ടാക്കുന്ന നഷ്ടം ചെറുതല്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ അധികാരികൾ ഉടൻ ഒരു തീരുമാനമെടുക്കണം. ചിറ്റാർ ഹോസ്പിറ്റലിൻ്റെ പണി വേഗത്തിലാക്കണം. സീതത്തോട് കേന്ദ്രീകരിച്ച് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ അല്ലെങ്കിൽ 24 മണിക്കൂർ ഡോക്ടർ സേവനത്തോടു കൂടിയ ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ നന്നായിരിക്കും. അതൊന്നും പറ്റിയില്ലെങ്കിൽ ഒരു എക്യുപ്ഡ് ആംബുലൻസ് എങ്കിലും കിട്ടാനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി.